സൂര്യന് കീഴിൽ ചന്ദ്രന് കീഴിൽ സാധ്യമായതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്സവത്തിന്റെ പ്രതീതിയാണെന്ന്, ഉത്സവത്തിന്റെ യഥാർത്ഥ പ്രതീതി, എല്ലാ സാംസ്കാരിക സാന്നിധ്യവും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഉത്സവത്തിന്റെ പ്രതീതിയാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കൊട്ടിക്കലാശം ആവേശകരമാക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഈ കൊട്ടിക്കലാശം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ പേരൂർക്കടയിൽ നടക്കുന്ന ആ ഒരു കൊട്ടിക്കലാശത്തിന്റെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാഴ്ച സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു അതിരുകളില്ലാത്ത വലിയ ആവേശമാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജയ്സൺ, തൃശ്ശൂരിൽ ആര് ജയിക്കും എന്നതൊരു ചോദ്യമാണ്. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഫലം എന്താണ് എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് കേരളമാകെ. അങ്ങനെ മുന്നണികളെല്ലാം സജീവമായിരിക്കുകയാണ്. ആവേശം എത്രത്തോളം? മധു, തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയം സൃഷ്ടിച്ച തൃശ്ശൂരിൽ ഇത്തവണ വിസ്മയങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുന്നു. വലിയ സജീവമായ നിരവധി വിവാദങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു സത്യത്തിൽ തൃശ്ശൂരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കിറ്റായിരുന്നു പ്രധാന താരം. കിറ്റ് രണ്ട് സ്ഥലത്ത്, അത് ഈ തൃശ്ശൂർ മണ്ഡലത്തിലും അതുപോലെ തന്നെ മണലൂർ മണ്ഡലത്തിലും കിറ്റ് വിവാദം അങ്ങ് കത്തിക്കയറുകയായിരുന്നു. അതിന്റെ പൊടിപടലങ്ങൾ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. അതിങ്ങനെ വലിയ സജീവമായി വിവിധ മണ്ഡലങ്ങളിലേക്ക് പടരുകയാണ്. ഇതിനിടയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എത്ര സീറ്റുകൾ BJP നേടുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഒരു പ്രതീക്ഷയും ആരും വെക്കാതിരുന്ന തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ ഒരു വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വിജയിപ്പിച്ച മണ്ണാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഇത്തവണയും നിശബ്ദമായി വന്ന് വേട്ടയാടി നേട്ടങ്ങളുമായി തിരിച്ചു പോകാൻ കഴിയുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. അത്തരത്തിലൊരു അട്ടിമറി വിജയം ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നു. അതിലൊന്നാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, കഴിഞ്ഞ 2 തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇത്തവണ ചിഹ്നം മാറി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് കോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഏറ്റുനോക്കുന്നത്. കോൺഗ്രസ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനായിട്ടാണ് ഇത്തവണ BJP പത്മജ വേണുഗോപാലിനെ ഇറക്കിയിരിക്കുന്നത്. ജേക്കബ് തോമസിനെയായിരുന്നു ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടാക്കിയ തിരിച്ചടി, ആ തിരിച്ചടിയെ മറികടക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പത്മജ വേണുഗോപാൽ തന്നെ വരണം. കെ കരുണാകരന്റെ മകൾ തന്നെ വരണം. കോൺഗ്രസിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച കെ കരുണാകരന്റെ മകളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കി വിജയം കൊയ്യാമെന്ന BJP കെ കരുണാകരനെ കോൺഗ്രസ് അപമാനിച്ചു. കെ കരുണാകരന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കും എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ വോട്ടർമാർക്ക് മുന്നിൽ പറയുന്നത്. ആ നിലയിൽ കെ കരുണാകരനെ അപമാനിച്ചു എന്ന കോൺഗ്രസിനെതിരെയുള്ള പ്രചരണം പത്മജ വേണുഗോപാൽ ശക്തമാക്കുന്നു. മാത്രമല്ല, കെ കരുണാകരന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി പിരിച്ച പണം കോൺഗ്രസ് മുക്കി എന്നതടക്കമുള്ള വലിയ ആക്ഷേപം പത്മജ വേണുഗോപാൽ ഉയർത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. സുനിൽ, മറ്റൊരു യാഥാർത്ഥ്യം കൂടി നാം കാണാം. കെ കരുണാകരനെയും കെ മുരളീധരനെയും പത്മജയെയും ഒരുപോലെ തോൽപ്പിച്ച മണ്ണാണ് തൃശ്ശൂർ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നാം കാണേണ്ടതുണ്ട്. കെ കരുണാകരന്റെ പാരമ്പര്യം പേറുന്ന തൃശ്ശൂരിൽ, കെ കരുണാകരന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തൃശ്ശൂരിൽ, കെ കരുണാകരന്റെ നിരവധി പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തൃശ്ശൂരിൽ പക്ഷേ സാക്ഷാൽ കെ കരുണാകരനെ 1000 ജില്ലാ നോട്ടിന് VV രാഘവൻ തോൽപ്പിച്ച ചരിത്രമുണ്ട്. അതിനുശേഷം കെ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. 2 തവണ തോൽപ്പിച്ച ചരിത്രമുണ്ട്. പത്മജ വേണുഗോപാലിനെ തൃശ്ശൂർ ജില്ലയിൽ 3 തവണ തോൽപ്പിച്ച ചരിത്രമുണ്ട്. അങ്ങനെ കെ കരുണാകരന്റെ പാരമ്പര്യം പറയുമ്പോൾ തന്നെ കെ കരുണാകരനോട് തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു കാരുണ്യവും കാണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് BJP പോലെ ഒരു പാർട്ടിക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ തന്നെയാണെന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് തൃശ്ശൂരിലേക്ക് ഈ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവരുന്നത്. പക്ഷേ രാജൻ പല്ലൻ 25 വർഷം തൃശ്ശൂരിലെ മേയറായിരുന്നു, 25 വർഷം തൃശ്ശൂരിലെ കൗൺസിലറായിരുന്നു, മേയറായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുമപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നാൽ വലിയ അട്ടിമറികൾ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിരവധി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മണ്ഡലങ്ങൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാട്ടിക മണ്ഡലം. നാട്ടിക മണ്ഡലത്തിൽ നാം കണ്ടു LDFന്റെ MLA, CPIയുടെ MLA, 10 പതിറ്റാണ്ടുകളോളം CPIയിൽ പ്രവർത്തിച്ച് നിരവധി സ്ഥാനങ്ങൾ വഹിച്ച MLA
സിറ്റിംഗ് MLA കൂറുമാറി BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന ഒരു അപൂർവ കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കിറ്റ് വിവാദം അരങ്ങേറിയത്. TN പ്രതാപന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. പിന്നീട് TN പ്രതാപനെതിരെ നിരവധി ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു. അങ്ങനെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളെ കൊണ്ടും ഏറ്റുമുട്ടലുകളെ കൊണ്ടും സമ്പന്നമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്താണ് ഇപ്പോൾ സമാപനമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാവടിയും അതുപോലെ തന്നെ ബലൂണും പുലികളിയും ഒന്നുമില്ലാതെ എന്താണ് തൃശ്ശൂരിലെ ആഘോഷങ്ങൾ എന്ന് നമുക്ക് പറയാനാകും. തൃശ്ശൂരിലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ വരാൻ പോകുന്ന തൃശ്ശൂർ പൂരമാണ്. വോട്ടെണ്ണലിന് മുമ്പ് തൃശ്ശൂർ പൂരം അരങ്ങേറും. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിനിയേച്ചർ പൂരത്തിനാണെന്ന് തൃശ്ശൂർ ജില്ല സാക്ഷ്യം വയ്ക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഗംഭീരമായ കാവടികൾ ഉറഞ്ഞു തുള്ളുകയാണ്. രാജൻ പല്ലന്റെ സ്ഥാനം കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വലിയ ആകർഷകമാക്കി കാര്യങ്ങളെ കൊണ്ടുവരുന്ന അല്പം വൈകാതെ തന്നെ മറ്റ് രണ്ട് മുന്നണികളും ഇതിനേക്കാൾ ആവേശം നിറച്ചപ്പോൾ ഇവിടെ എത്തിച്ചേരും. പുലി വയറിൽ പല്ലന്റെ ചിത്രം വരച്ച് അങ്ങ് പുലി നൃത്തം ചെയ്യുന്ന ദൃശ്യം നമുക്ക് കാണാം. വലിയ ബലൂണുകൾ കാവടിയിൽ അങ്ങനെ അതിസുന്ദരമായ കാഴ്ചയ്ക്കാണ് തൃശ്ശൂർ നഗരം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്. ഇത്തവണ തൃശ്ശൂരിൽ കാഴ്ച നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് തൃശ്ശൂർ. സ്വാഭാവികമായും ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് തൃശ്ശൂർ അരങ്ങൊരുക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവിടെ ഇതെല്ലാം നിറയും. ജേസൺ പറഞ്ഞതുപോലെ സമാനമായ കാഴ്ചയാണ്. അവിടെ കുടമാറ്റമില്ല എന്നേ ഉള്ളൂ. മറ്റെല്ലാ പൂരക്കാഴ്ചകളും തൃശ്ശൂരിലുണ്ട്. ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയത് ജയൻ വരെ പ്രചരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു.